എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 2. ദക്ഷനും മഹാദേവനെ ശപിക്കുന്നു. ദക്ഷ പ്രജാപതി മഹാദേവനെ ശപിക്കുന്നതാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു സ്വയംഭുവ മനുവിൻ്റെ പെൺമക്കൾ, അവരുടെ മക്കൾ, അങ്ങനെ ആ ഒരു സൃഷ്ടികർമ്മം നടത്തുന്നത്, ആ വംശപരമ്പരയാണ് നമ്മൾ കണ്ടത്. അതിൽ പക്ഷേ സ്വയംഭുവ മനുവിൻ്റെ മകൾ പ്രസൂതിയെ ദക്ഷ പ്രജാപതി വിവാഹം കഴിച്ചതും അവർക്ക് 16 പെൺമക്കൾ ഉണ്ടായതും അതിലേറ്റവും താഴെയുള്ള മകൾ സതീദേവിയെ മഹാദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ സതീദേവിക്ക് അവളുടെ സ്വഭാവങ്ങളും ഗുണഗണങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു പുത്രനെ ലഭിച്ചില്ല. അതിന് കാരണം ദക്ഷനും മഹാദേവനോടുള്ള വിദ്വേഷം കാരണം ദക്ഷ പ്രജാപതി ഭഗവാനെ മഹാദേവനെ അപമാനിച്ചതിൽ മനം നൊന്തിട്ട് സതീദേവി വളരെ ചെറുപ്രായത്തിൽ തന്നെ ശരീരം ഉപേക്ഷിച്ചു. തൻ്റെ യോഗശക്തിയാൽ ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ഇവിടെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. അത് കേട്ടപ്പോൾ വിതുരർക്കൊരു സംശയം. ഇത്രയും വലിയ ദേവാദിദേവനായ മഹാദേവനോട് എന്തുകൊണ്ടാണ് ദക്ഷ പ്രജാപതിക്ക് ഇങ്ങനെ ഒരു ദേഷ്യം, അങ്ങനെ ഒരു ശത്രുത ഉണ്ടായത്? അപ്പോൾ അദ്ദേഹം ഇവിടെ ചോദിക്കുകയാണ് കേട്ടോ. ശ്ലോകം 1 വിതുര ഉവാച. വിതുരർ മൈത്രേയ മഹർഷിയോട് ഈ സംശയം ചോദിക്കുകയാണ്. ഭവേ ശീലവതാം ശ്രേഷ്ഠേ ദക്ഷഃ ദുഹിതൃവത്സലഃ വിദ്വേഷം അകരോത് കസ്മാത് അനാദൃത്യ ആത്മജാം സതീം. അതായത് ഭവേ, ആ മഹാദേവനോട്, ശീലവതാം ശ്രേഷ്ഠേ, അതായത് നല്ല സത്ശീലമുള്ള സത്സ്വഭാവമുള്ളവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ മഹാദേവനോട്, ദുഹിതൃവത്സലഃ ദക്ഷഃ, ദുഹിതൃവത്സലഃ, സ്വന്തം പുത്രിയോട് വളരെയധികം വാത്സല്യമുള്ള ദക്ഷഃ, ആ ദക്ഷ പ്രജാപതി വിദ്വേഷം അകരോത്, ഒരു വിരോധത്തോടു കൂടി പെരുമാറിയത്, പ്രവർത്തിച്ചത് കസ്മാത്, എന്തുകൊണ്ടാണ്? സതീം, ആത്മജാം സതി, ദക്ഷൻ തൻ്റെ പുത്രിയായ സതീദേവിയെ അനാദൃത്യ, അവഗണിച്ച് കളഞ്ഞത്. അതായത് അങ്ങനെ ഞാൻ അവളുടെ സതിയുടെ ഭർത്താവിനോട് പെരുമാറിയാൽ സതിയുടെ മനസ്സ് വേദനിക്കും എന്ന് മനസ്സിലാക്കാതെ, അതാണ് അനാദൃത്യ എന്ന് വെച്ചാൽ പരിഗണിക്കാതെ, സതിയെ പരിഗണിക്കാതെ, സതിയുടെ മനസ്സ് വേദനിക്കും എന്ന് മനസ്സിലാക്കാതെ ദക്ഷൻ, മകളോട് ഇത്രയ്ക്ക് വാത്സല്യമുള്ള ദക്ഷ പ്രജാപതി സത്സ്വഭാവമുള്ളവരിൽ തന്നെ ശ്രേഷ്ഠനായിട്ടുള്ള മഹാദേവനോട് ഇത്രയ്ക്കും വിദ്വേഷത്തോടു കൂടി പെരുമാറിയത് എന്തുകൊണ്ടാണ് എന്ന് വിതുരർ ചോദിക്കുകയാണ്. പിന്നെ മഹാദേവൻ്റെ ആ മഹാത്മ്യത്തെ പറയുകയാണ് കേട്ടോ. ശ്ലോകം 2. കസ്തം കഹ തം ചരാചരഗുരും നിർവൈരം ശാന്തിവിഗ്രഹം ആത്മാ ആരാമം കഥം ദ്വേഷ്ടി ജഗതഃ ദൈവതം മഹത്. അതായത് കഹ തം, ചരാചര ഗുരും, സർവചരാചരങ്ങളുടെയും ഗുരുവും, നിർവൈരം, ആരോടും ഒരു ശത്രുതയില്ലാത്തവനും, ശാന്തവിഗ്രഹം, പ്രശാന്തമായ വ്യക്തിത്വമുള്ളവനും, ആത്മാരാമം, സ്വയം ആത്മാവാണെന്നറിഞ്ഞ് അതിൽ രമിച്ചു ജീവിക്കുന്നവനും, അതിൽ സംതൃപ്തനായി രമിച്ചു ജീവിക്കുന്നവനുമായ ജഗതഃ ദൈവതം മഹത്ത്, ഈ ലോകത്തിലെ തന്നെ സകല ദേവന്മാരുടെയും ദേവനായിട്ടുള്ള, അതാണ് ദൈവതം മഹത്ത്, മഹാദേവനായ തം, ആ പരമശിവനോട് കഹ, ആർക്കാണ് കഥം ദ്വേഷ്ടി,
ഇങ്ങനെ ഒരു വെറുപ്പ് തോന്നുന്നത്? ആർക്കും അതിന് സാധിക്കുക എന്ന് വിതുരർ ചോദിക്കുകയാണ്. സർവചരാചരങ്ങളുടെ ഗുരുവും ആരോടും ഒരു ശത്രുതയില്ലാത്തവനും പ്രശാന്തമായ മനസ്സുള്ളവനും ആത്മാവിൽ രമിച്ച് സ്വയം സംതൃപ്തനായ ആത്മാരാമനായി കഴിയുന്നവനും ഈ ജഗത്തിലെ സർവ്വദേവന്മാരുടെയും ദേവനായിട്ടുള്ള മഹാദേവനായിട്ടുള്ള ആ പരമശിവനോട് ആർക്കാണ് ഇങ്ങനെ ഒരു വിദ്വേഷം തോന്നുക എന്ന് ഒരു സംശയം വിതുരർക്ക്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന്. ശ്ലോകം 3. ഏതത് ആഖ്യാഹി മേ ബ്രഹ്മൻ ജാമാതുഹു ശ്വശുരസ്യ ച വിദ്വേഷഃ തു യതഃ പ്രാണൻ തത്യജേ ദുസ്ത്യജാൻ സതി. അതായത് ഏതത് ആഖ്യാഹി മേ, ബ്രഹ്മൻ അല്ലയോ മൈത്രേയ മഹർഷി, ബ്രഹ്മജ്ഞനായ മൈത്രേയ മഹർഷി, വിതുരരാണ് വിളിക്കുന്നത്. ഏതത് ഇതിനെക്കുറിച്ച് ആഖ്യാഹി മേ, എനിക്ക് അങ്ങ് പറഞ്ഞു തന്നാലും. അപ്പോൾ ഈ ഒരു വിദ്വേഷം വരാനുള്ള കാരണത്തെക്കുറിച്ച് അങ്ങ് എനിക്ക് വിശദമായി പറഞ്ഞു തന്നാലും. ഏത് കാരണം? ജാമാതുഹു ശ്വശുരസ്യ ച. ജാമാതു എന്ന് വെച്ചാൽ ഭാര്യയുടെ അച്ഛൻ, അമ്മായിയച്ഛൻ. ശ്വശുരസ്യൻ എന്ന് വെച്ചാൽ മകളുടെ ഭർത്താവ്, മരുമകൻ. അപ്പോൾ ഒരു അമ്മായിയച്ഛനും മരുമകനും തമ്മിൽ വിദ്വേഷഹാത്തു, ഇങ്ങനെ ഒരു വിദ്വേഷം ഉണ്ടാവാനുള്ള യഥഹ, കാരണം എന്താണെന്ന് അങ്ങെനിക്ക് പറഞ്ഞു തന്നാലും. ഇനി അത് മാത്രമല്ല, സതീദേവി ദുസ്ത്യജാൻ, ത്യജിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള, അതാണ് ദുസ്ത്യജാൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളതാണ് ത്യജിക്കാൻ. അങ്ങനെയുള്ള പ്രാണൻ ത്യത്യജേ, ആ സ്വന്തം പ്രാണനെ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ഏതൊരു മനുഷ്യനും ആ പ്രാണൻ ഉപേക്ഷിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിന് അത്രയ്ക്കും തക്കതായ കാരണമില്ലാതെ അവരുടെ മാനസികാവസ്ഥ അങ്ങനെ എത്തില്ല. അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കാൻ അത്യധികം ബുദ്ധിമുട്ടുള്ള പ്രാണനെ സതീദേവി ത്യജിച്ചു. അപ്പോൾ തീർച്ചയായും അതിന് വലിയ കാരണമുണ്ട്. അപ്പോൾ ഭർത്താവും അച്ഛനും തമ്മിലുള്ള ഈ ഒരു വിദ്വേഷം, സതിയുടെ ഭർത്താവും അച്ഛനും തമ്മിലുള്ള ഈ ഒരു വിദ്വേഷം ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ച് അങ്ങെനിക്ക് വിശദമായി പറഞ്ഞു തന്നാലും. ഇതാണ് വിതുരർ മൈത്രേയ മഹർഷിയോട് ആവശ്യപ്പെട്ടത്. ശ്ലോകം 4 മൈത്രേയ മഹർഷി അപ്പം അതിന് മറുപടി പറയുകയാണ്. മൈത്രേയ ഉവാച, അതൊരു കഥയാണ്, ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പുരാ വിശ്വസൃജാം സത്രേ സമേതഃ പരമഋഷയഃ തഥാ അമരഗണഃ സർവേ സ അനുഗാ മുനയഃ അഗ്നയഃ. പുരാ, പണ്ട്. അപ്പോൾ മൈത്രേയ മഹർഷി പറയുകയാണ്, ഇതിപ്പോൾ മൈത്രേയ മഹർഷിയും വിതുരരും തമ്മിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ നടക്കുന്ന സംവാദമാണ്. അപ്പോൾ മൈത്രേയ മഹർഷി പറയുകയാണ്, പണ്ട് ആ സ്വായംഭുവ മനുവിൻ്റെ മന്വന്തരത്തിൽ വിശ്വസൃജാം, വിശ്വത്തിൻ്റെ ലോകത്തിൻ്റെ സൃഷ്ടികർത്താക്കളായ പ്രജാപതിമാരെല്ലാം ചേർന്ന് സത്രേ ഒരു യാഗം നടത്താൻ തീരുമാനിച്ച് പരമഋഷയ, അവിടെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള പരമഹാമുനിമാരും തഥാ അതുപോലെ അമരഗണ ദേവന്മാരും മുനയ അഗ്നയഃ എല്ലാ മുനിമാരും അതുപോലെ അഗ്നിദേവന്മാരും 49 അഗ്നിദേവന്മാരും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടിരുന്നു അഗ്നിദേവന്മാർ 49 പേരാണെന്ന്. അഗ്നിദേവന്മാരും മഹാമുനിമാരും അതുപോലെ തന്നെ മഹർഷിമാരും ദേവഗണങ്ങളും സർവേ സ അനുഗ അവരുടെ എല്ലാം അനുയായികളോടൊപ്പം സമേത ഒരു സ്ഥലത്ത് ഒരുമിച്ച് ചേർന്നു. മനസ്സിലായ? അപ്പോൾ പണ്ട് സ്വയംഭുവ മനുവിൻ്റെ മന്വന്തരത്തിലെ ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താക്കളായ പ്രജാപതിമാരെല്ലാവരും ചേർന്ന് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ട് അവർ ഒരു ഋഷിമാരും മഹാമുനിമാരും അതുപോലെ അഗ്നിദേവന്മാരും ദേവന്മാരും അതുപോലെ മറ്റു ദേവഗണങ്ങളും എല്ലാവരും കൂടി ചേർന്ന് സമ്മേളിച്ചു. ആ സദസ്സിലേക്ക് ദക്ഷ പ്രജാപതിയും, അദ്ദേഹം പ്രജാപതിയാണല്ലോ, അദ്ദേഹം കടന്നു വരികയാണ്. അതാണ് നമ്മൾ ശ്ലോകം 5 കാണുന്നത്. തത്ര പ്രവിഷ്ടം ഋഷയഃ ദൃഷ്ട്വാ അർക്കമിവ രോജിഷ ഭ്രാജമാനം വിതിമിരം കുറുവന്തം തത് മഹത് സദഃ. അതായത് തത്ര അവിടെ, അപ്പോൾ അവർ ആ സമ്മേളിക്കുന്ന ആ സദസ്സിൽ അവിടേക്ക് തത് മഹത് സദ, അവിടെ ഒരു മഹത് സദ, ഒരു മഹത്തായ സഭയാണത്. ആ സദസ്സിലേക്ക് പ്രവേശിച്ചു കടന്നു വരികയായിരുന്ന ആര്? ദക്ഷൻ ഇങ്ങനെ കടന്നു വരുന്നത് ദൃഷ്ട്വാ ഋഷയ, ഋഷിമാർ കണ്ടു എന്ന്. ആ വരവ് എങ്ങനെയായിരുന്നു? രോജിഷ അർക്കമിവ, രോജിഷ സ്വന്തം തേജസ്സിനാൽ, അർക്കം ഇവ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട്, ബ്രാജമാനം എല്ലാവരുടെയും ഇങ്ങനെ പ്രകാശിച്ച്, തിമിരം കുറുവന്തം ആ സദസ്സിലെ ഒരു ചെറിയ ഇരുട്ടിനെ പോലും, അന്ധകാരത്തെ പോലും
ഇല്ലാതാക്കുന്ന രീതിയിൽ ആ സഭ മുഴുവൻ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട്, അത് സ്വന്തം തേജസ്സിനാൽ സൂര്യനെ പോലെ ആ സഭയെ മുഴുവൻ പ്രകാശിപ്പിച്ച് അവിടുത്തെ ഇരുട്ടിനെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് ആ സദസ്സിലേക്ക് കടന്നു വരുന്ന ദക്ഷ പ്രജാപതിയെ കണ്ടു ഋഷിമാരെല്ലാവരും കണ്ടിട്ട്. ഇനി ശ്ലോകം 6 അതിൻ്റെ ബാക്കി. ഉദതിഷ്ഠൻ സദസ്യാത്തെ സ്വദിഷ്ണീഭ്യഃ സഹ അഗ്നയഃ ഹൃദേ വിരിഞ്ചം ശർവം ച തദ് ഭാസ ആക്ഷിപ്ത ചേതസഃ. ഉദതിഷ്ഠൻ, ആ മഹർഷിമാരെല്ലാം എഴുന്നേറ്റു നിന്നു. സദസ്യ, ആ സദസ്സിലുള്ള, തേ, അവർ, ആ മഹർഷിമാർ, സ്വദിഷ്ണീഭ്യഃ, സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും, സഹ അഗ്നയഃ, അഗ്നിദേവന്മാരോടുകൂടി ആ സദസ്സിലുള്ള എല്ലാ ദേവന്മാരും മഹർഷിമാരും അദ്ദേഹം ദക്ഷപ്രജാപതി കടന്നു വരുന്നത് കണ്ട് ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു നിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അഗ്നിദേവന്മാരോടുകൂടി ആ സദസ്സിലുള്ള എല്ലാ ദേവന്മാരും ഇരിക്കുന്നിടത്ത് നിന്നും, സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും, സ്വദിഷ്ണേഭ്യഃ, സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും, ഉദതിഷ്ഠൻ, എഴുന്നേറ്റു നിന്നു. പക്ഷേ ഹൃദേ എന്ന് വെച്ചാൽ ഒഴികെ, വിരിഞ്ചം ശിവം, വിരിഞ്ചം ബ്രഹ്മദേവനും, ശർവം എന്ന് വെച്ചാൽ മഹാദേവനും. ബ്രഹ്മാവ് ദക്ഷൻ്റെ പിതാവാണ് അല്ലേ. അപ്പം പിതാവായിട്ടുള്ള ബ്രഹ്മദേവനും മരുമകനായിട്ടുള്ള മഹാദേവനും ഒഴികെ ബാക്കി എല്ലാവരും എഴുന്നേറ്റു നിന്നു. തത് ഭാസ അക്ഷിപ്ത ചേതസ. തത് അദ്ദേഹത്തിൻ്റെ ഭാസ എന്ന് വെച്ചാൽ ആ ഉജ്ജ്വലമായ തേജസ്സിനാൽ, ആക്ഷിപ്ത എന്ന് വെച്ചാൽ സ്വാധീനിക്കപ്പെട്ട മനസ്സോടെ, ചേതസ എന്ന് വെച്ചാൽ മനസ്സോടുകൂടി എല്ലാവരും എഴുന്നേറ്റ് നിന്നോന്ന്. അപ്പോൾ ആ സദസ്സിലേക്ക് കടന്നു വരുന്ന ദക്ഷനെ കണ്ടപ്പോൾ ദക്ഷപ്രജാപതി സ്വന്തം തേജസ്സിനാൽ ഇങ്ങനെ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടാണ് ആ സദസ്സിലേക്ക് കടന്നു വന്നത്. അവരെല്ലാവരും സമ്മേളിച്ചിരിക്കുന്ന ആ സദസ്സിലേക്ക് ആ വരവ് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാവം കണ്ടിട്ട് ആദരവ് തോന്നിയിട്ട് എല്ലാ ദേവന്മാരും, അതിനാൽ സ്വാധീനിക്കപ്പെട്ട മനസ്സോടെ, അവരുടെ മനസ്സിൽ ആദരവ് തോന്നി എല്ലാ ദേവന്മാരും മഹർഷിമാരും ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ മഹാദേവനും ബ്രഹ്മദേവനും എഴുന്നേറ്റില്ല. അവരൊഴികെ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ശ്ലോകം 7. സദസഃ പതിഭിഃ ദക്ഷഃ ഭഗവാൻ സാധു സത്കൃതഃ അജം ലോകഗുരും നത്വാ നിഷസാദ തത് ആജ്ഞയാ. സദസഹ, ആ സദസ്സിൽ, പതിഭിഹി, ആ സദസ്സിൻ്റെ പതിഭി എന്ന് വെച്ചാൽ നേതാക്കന്മാരെല്ലാവരും, അതായത് അവിടുത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ ബ്രാഹ്മണന്മാരും, അതുപോലെ അവിടുത്തെ പ്രമുഖരായിട്ടുള്ള മഹർഷിമാരും, അതുപോലെ ദേവന്മാരും, ഇവരെല്ലാം ഭഗവാൻ ദക്ഷഃ, ഭഗവാൻ ദക്ഷനെ സാധു സത്കൃതഃ, ഉചിതമായ രീതിയിൽ സ്വാഗതം ചെയ്തു എന്ന്. എഴുന്നേറ്റ് നിന്ന മഹർഷിമാരും ദേവന്മാരും എല്ലാവരും ഭഗവാൻ ദക്ഷൻ എന്ന് പറയാൻ കാരണം ദക്ഷൻ്റെ ഗുണങ്ങളാണ്. ഭഗം ഉള്ളവനാണ് ഭഗവാൻ, എല്ലാ ഗുണങ്ങളോടും കൂടിയവനാണ്. അന്ന് ദക്ഷൻ പ്രജാപതിയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ദക്ഷൻ എന്ന് അദ്ദേഹത്തെ പറയുന്നത്. അങ്ങനെയുള്ള ദക്ഷ പ്രജാപതിയെ ദേവന്മാരും ഋഷിമാരും എഴുന്നേറ്റ് നിന്ന് ഉചിതമായ രീതിയിൽ സ്വീകരിച്ചു. അങ്ങനെ ദക്ഷൻ അജം ലോകഗുരും, തൻ്റെ പിതാവും ലോകത്തിൻ്റെ ഗുരുവുമായ ബ്രഹ്മദേവനെ നത്വ, വണങ്ങി നമസ്കരിച്ചു. ബ്രഹ്മാവ് പിതാവാണല്ലോ ദക്ഷൻ്റെ. അപ്പോൾ ബ്രഹ്മദേവനെ നമസ്കരിച്ചിട്ട് നിഷസാദ, തൻ്റെ ഇരിപ്പിടത്തിൽ തദാജ്ഞയ, അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് സ്വന്തം ഇരിപ്പിടത്തിൽ പോയി ഇരുന്നു എന്ന്. അപ്പോൾ ദക്ഷപ്രജാപതി കടന്നു വരുന്ന കണ്ട എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു. വേണ്ട രീതിയിൽ ഉചിതമാവണ്ണം അദ്ദേഹത്തെ സ്വീകരിച്ചു. അങ്ങനെ ദക്ഷപ്രജാപതി കടന്നു വന്നിട്ട് ബ്രഹ്മാവിനെ, ലോകഗുരുവായ ബ്രഹ്മാവിനെ, തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ ആദ്യം നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം സ്വന്തം ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ് എഴുന്നേറ്റ് നിൽക്കാതെ ഇരിക്കുന്ന മഹാദേവനെ. അപ്പോഴാണ് ശ്ലോകം 8. പ്രാക് നിഷന്നം മൃഡം ദൃഷ്ട്വാ ന അമൃഷ്യത് തത് അനാദൃതഃ ഉവാച വാമം ചക്ഷുഭ്യാം അഭിവീക്ഷ്യ ദഹൻ ഇവ. അതായത് പ്രാക്, മുൻപേ, നിഷണ്ണം, ഞാൻ കടന്നു വന്നിരിക്കുന്നതിന് മുൻപേ തന്നെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന മൃഡം, മഹാദേവനെ ദൃഷ്ട്വ, കണ്ടിട്ട്, തത് അനാദൃത, തന്നെ അനാദരിച്ചതായിട്ട് തോന്നിയ ദക്ഷൻ ന അമൃഷ്യത്, സഹിക്കാൻ പറ്റിയില്ല എന്ന ദേഷ്യം.
ഞാൻ കടന്നു വന്നിരിക്കുന്നതിന് മുൻപേ ഇരിപ്പിടത്തിൽ ചെന്നിരുന്ന് താൻ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തന്നെ ബഹുമാനിക്കുകയൊന്നും ചെയ്യാതിരുന്ന മഹാദേവൻ തന്നെ അനാദരിച്ചു എന്ന് തോന്നിയ ദക്ഷന് ആ ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉവാച, ദക്ഷൻ ഇപ്രകാരം പറഞ്ഞു എന്ന്. വാമം എന്ന് വെച്ചാൽ ദേഷ്യത്തോടെ, ചക്ഷുർഭ്യാം തൻ്റെ 2 കണ്ണുകളോടും കൂടി, അഭിവീക്ഷ്യ മഹാദേവനെ ഒന്ന് നോക്കിയിട്ട്, ദഹൻ ഇവ ദഹിപ്പിക്കുന്ന പോലെ മഹാദേവനെ തന്നെ 2 ഇരുകണ്ണുകളോടും കൂടി ദേഷ്യത്തോടു കൂടി ഒന്ന് നോക്കിയിട്ട് ദക്ഷൻ ഇപ്രകാരം പറഞ്ഞു എന്ന്. അപ്പോൾ താൻ ഇരിക്കുന്നതിന് മുന്നേ കടന്നു വന്നിരിക്കുന്നതിന് മുൻപേ കയറി ഇരിക്കുന്നതും താൻ കടന്നു വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുകയോ ചെയ്യാതിരുന്ന മഹാദേവനെ കണ്ടപ്പോൾ പരമശിവൻ തന്നെ അപമാനിച്ചതായിട്ട് ദക്ഷന് തോന്നി. അങ്ങനെ ദക്ഷ പ്രജാപതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ 2 കണ്ണുകളും കൊണ്ട് ദഹിപ്പിക്കണ പോലെ മഹാദേവനെ ഒന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ദക്ഷൻ ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 9 എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ശ്രൂയതാം ബ്രഹ്മർഷയഃ മേ സഹദേവ സഹ അഗ്നയഃ സാധൂനാം ബ്രൂവദഃ വൃത്തം ന അജ്ഞാനാത് ന ച മത്സരാത്. ശ്രൂയതാം എല്ലാവരും കേൾക്കൂ, ബ്രഹ്മർഷയഃ എല്ലാ മുനിമാരും, സഹദേവഃ ഒപ്പം എല്ലാ ദേവന്മാരും, സഹ അഗ്നയഃ അഗ്നിദേവന്മാരും എല്ലാവരും കേൾക്കൂ. മേ ബ്രൂവദ ഞാൻ പറയുന്നത്, സാധൂനാം വൃത്തം സജ്ജനങ്ങളുടെ പെരുമാറ്റ രീതിയെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എല്ലാ ഋഷിമാരും ദേവന്മാരും അഗ്നിദേവന്മാരും ഒന്ന് കേൾക്കൂ. ന അജ്ഞാനാത് എനിക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. അജ്ഞാനാത് എന്ന് വെച്ചാൽ അറിവില്ലായ്മ. ന അജ്ഞാനാത് എന്നാൽ എനിക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. ന ജ മത്സരാത്ത് എനിക്ക് ആരോടും മത്സരബുദ്ധിയോ ദേഷ്യമോ ശത്രുതയോ ഉള്ളത് കൊണ്ടുമല്ല ഞാനിത് പറയുന്നത്. അപ്പം അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് കേട്ടോ. എനിക്ക് ആരോടും ദേഷ്യമുള്ളത് കൊണ്ടല്ല, എനിക്ക് അറിയാത്തത് കൊണ്ടുമല്ല ഞാനിത് പറയുന്നത്. സജ്ജനങ്ങളുടെ പെരുമാറ്റ രീതി, സാമൂഹ്യ മര്യാദകൾ, മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഗുരുക്കന്മാരെ നമസ്കരിക്കുക, അങ്ങനെയൊക്കെയുള്ള സജ്ജനങ്ങൾ ചെയ്യുന്ന അവരുടെ ജീവിത രീതി, അവരുടെ പെരുമാറ്റ രീതി, ആ സാമൂഹ്യ മര്യാദകൾ, ആചാരങ്ങൾ, കർമ്മ അനുഷ്ഠാനങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ ഞാൻ എല്ലാ മഹർഷിമാരും ദേവന്മാരും അഗ്നിദേവന്മാരും കേൾക്കൂ. അതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിപ്പോൾ ഇനിയിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് കേൾക്കൂ എന്ന് പറയുകയാണ് കേട്ടോ. ശ്ലോകം 10 എന്നിട്ട് മഹാദേവനെ നോക്കി തന്നെ എടുത്ത് പറയുകയാണ്. അയം തു ലോകപാലാനാം യശഃ ഗ്ന നിരപത്രഭഃ സദ്ഭി ആചരിതഃ പന്ഥ യേന സ്തബ്ധേന ദുഷിതഃ. അയം തു ഈ പരമശിവൻ ലോകപാലാനാം ലോകപാലകന്മാരായ ദേവന്മാരുടെ യശഗ്നഃ യശസ്സിനെ വരെ നശിപ്പിക്കുന്നവനാണ്. നിരപത്രഭഃ ഒരു ലജ്ജയില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ സ്തബ്ധേന അതായത് ശരിയായ കർമ്മങ്ങളിൽ നിന്നൊക്കെ സാമൂഹ്യ മര്യാദകൾ, സജ്ജനങ്ങളുടെ ആചരിക്കുന്ന അവർ പെരുമാറുന്ന രീതി, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അങ്ങനെ നേരായ മാർഗത്തിലൂടെയുള്ള കർമ്മങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നടക്കുന്നവൻ, അതാണ് സ്തബ്ധേന. അങ്ങനെയുള്ള ഇവൻ സദ്ഭി ആചരിത പാന്ത, അതായത് സജ്ജനങ്ങൾ ആചരിക്കുന്ന മാർഗമുണ്ടല്ലോ, ജീവിത രീതി ഉണ്ടല്ലോ, ആ ഒരു ആചാരം, അവരുടെ ജീവിത രീതി, അവരുടെ സംസാര രീതി, ആ വഴിയെ ഒക്കെ ദുഷിതഃ മലിനപ്പെടുത്തുന്നവനാണ് യേന ഈ ശിവൻ എന്ന്. അപ്പോൾ അയം തു ഈ പരമശിവൻ ലോകപാലകന്മാരായ ദേവന്മാരുടെ വരെ ആ ശ്രേയസ്സിനെ, കീർത്തിയെ നശിപ്പിച്ചു കളയും. ഇവൻ ലജ്ജയില്ലാത്തവനാണ്. നേരായ രീതിയിലുള്ള ജീവിത രീതി, ആ ശരിയായ കർമ്മങ്ങൾ, സാമൂഹ്യ മര്യാദകൾ, ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നടക്കുന്നവനാണ് ഇവൻ. അതുകൊണ്ട് തന്നെ സജ്ജനങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടല്ലോ, ആ ജീവിത വഴി അതിനെ ഒരു മലിനപ്പെടുത്തുന്ന, അതിനെ ദുഷിപ്പിക്കുന്നവനാണ് ഇവൻ്റെ ജീവിത രീതി, ഇവൻ്റെ കർമ്മങ്ങൾ എന്ന് പറയുകയാണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ എനിക്ക് ആരോടും ദേഷ്യവുമില്ല, എനിക്കറിയാത്തത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് എന്ന് എടുത്തു പറഞ്ഞത്. എന്നിട്ട് പറയുന്ന കാര്യം ഇതാണ് കണ്ടോ. അപ്പോൾ ഈ ഉള്ളിൽ വൈരാഗ്യം ദേഷ്യമൊക്കെ വെക്കുന്നവരാണ് ആദ്യം തന്നെ മറ്റുള്ളവരത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് ശത്രുതയില്ല എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ അവരുടെ ഉള്ളിൽ അതുണ്ട്. അത് മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി, അവരത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ഒരു എല്ലാവരും ഞാനൊരു നല്ലവനാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവർ, ഉള്ളിൽ അതുള്ളവരാണ് ആദ്യമേ അത് പറയുക. അതായത് എനിക്ക് ആരോട് ശത്രുതയില്ലാന്ന്. എന്നിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞ്, ഈ മഹാദേവൻ
ദേവന്മാരുടെ വരെ കീർത്തിയെ കെടുത്തുന്നവനും ഒരു ലജ്ജയില്ലാത്തവനും ശരിയായ കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിച്ച് നടക്കുന്നവനുമാണ്. ഇവൻ കാരണം സജ്ജനങ്ങളുടെ ജീവിതം രീതി അവരാചരിക്കുന്ന ആ വഴിയെ പോലെ ഇവൻ മലിനപ്പെടുത്തുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു. ശ്ലോകം 11. ഏഷ മേ ശിഷ്യതാം പ്രാപ്തഃ യത് മേ ദുഹിതു അഗ്രഹീത് പാണീം വിപ്ര അഗ്നിമുഖതഃ സാവിത്ര്യ ഇവ സാധുവത്. അതായത് ഏഷ ഈ ശിവൻ മേ ശിഷ്യതാം പ്രാപ്തഃ എൻ്റെ ശിഷ്യൻ എന്ന സ്ഥാനത്തെ പ്രാപിച്ചവനാണ്. അതായത് ഇവൻ എൻ്റെ ശിഷ്യനാണ്. ഇനി അതുമാത്രമല്ല യത് എന്തുകൊണ്ടെന്നാൽ മേ ദുഹിതു പാണിയും അഗ്രഹീത് മേ ദുഹിതു എൻ്റെ പുത്രിയുടെ പാണി കൈകളെ അഗ്രഹീത് സ്വീകരിച്ചവനാണ്. എന്ന് വെച്ചാൽ എൻ്റെ മകളെ വിവാഹം കഴിച്ചവനാണ് ഇവൻ. അത് വിപ്ര അഗ്നിമുഖതഃ ബ്രാഹ്മണന്മാർ അഗ്നി ഇവയുടെ മുഖതഃ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ എൻ്റെ മകളെ വിവാഹം കഴിച്ചവനാണിവൻ. സാവിത്ര്യ അത് സാവിത്രിയെപ്പോലെ പരിശുദ്ധയായ എൻ്റെ ഇളയ പുത്രി സതി അവളെ സാധുവത്ത് ഒരു സാധുവിനെ പോലെ ഒരു സത്യസന്ധനെ പോലെ എന്ന് വെച്ചാൽ പോലെ. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യസന്ധനല്ല, കാപട്യം കാണിച്ച് ഒരു സത്യസന്ധനെ പോലെ അഭിനയിച്ചു വന്ന് വളരെ സാവിത്രിയെ പോലെ പരിശുദ്ധിയായ എൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചവനാണ് ഇവൻ. അതും ബ്രാഹ്മണന്മാരുടെയും അഗ്നിയുടെയും സാന്നിധ്യത്തിൽ അവളുടെ കരം സ്വീകരിച്ച് വിവാഹം കഴിച്ചവനാണ് ഇവൻ. അങ്ങനെ ഇവൻ എൻ്റെ ശിഷ്യൻ്റെ സ്ഥാനം പ്രാപിച്ചവനാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടന്നു വരുമ്പോൾ തീർച്ചയായും ഇവൻ എഴുന്നേറ്റ് നിന്ന് എന്നെ നമസ്കരിച്ച് എന്നെ ആദരിക്കേണ്ടതായിരുന്നു. അതവൻ ചെയ്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ശ്ലോകം 12. ഗൃഹീത്വാ മൃഗശാവ അക്ഷ്യ പാണി മർക്കടലോചനഃ പ്രത്യുത്ഥാന അഭിവാദ അർഹേ വാചാ അഭി അകൃതഃ ന ഉചിതം. വാചാ അഭി അകൃതഃ ന ഉചിതം. അതായത് ഗൃഹീത്വ എന്ന് വെച്ചാൽ കഴിച്ചിട്ട്, പാണിയും ഗൃഹീത്വ എന്നാൽ വിവാഹം കഴിച്ചു. മൃഗശാവ അക്ഷ്യ ഒരു മാൻപേടയെ പോലെ മനോഹരമായ കണ്ണുകളുള്ള എൻ്റെ പുത്രിയെ മർക്കടലോചന ഒരു കുരങ്ങൻ്റെ കണ്ണുകളോടുകൂടിയ ഈ ശിവൻ വിവാഹം കഴിച്ചു. എന്നിട്ട് പ്രത്യുത്ഥാന അഭിവാദ അർഹേ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിച്ച് ബഹുമാനപൂർവം എന്നെ സ്വീകരിക്കാൻ അർഹതയുള്ളവനാണ് ഞാൻ. അങ്ങനെ സ്വീകരിക്കപ്പെടേണ്ടവനാണ് ഞാൻ. അവൻ്റെ ഭാര്യയുടെ അച്ഛനാണ്. അപ്പോൾ ഞാൻ കടന്നു വരുമ്പോൾ ബഹുമാനപൂർവ്വം ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വളരെ ആദരവോടെ നമസ്കരിച്ച് എന്നെ സ്വീകരിക്കേണ്ടവനാണ്. എന്നിട്ടും അവനത് ചെയ്തില്ല. അതുമാത്രമല്ല വാച അഭി ഒരു വാക്കുപോലും ഉചിതമായ ഒരു വാക്കുപോലും ന അകൃതഃ അവൻ പറഞ്ഞില്ല. ഇനി എഴുന്നേറ്റില്ല, ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു. പക്ഷേ എന്നാൽ പോലും ഒരു നമസ്കാരം പോലെയുള്ള ഒരു ആദരവോടുകൂടിയുള്ള ഒരു വാക്കുപോലും അവൻ പറഞ്ഞില്ല. അപ്പോൾ മാൻപേയുടെ പോലെ കണ്ണുകളുള്ള എൻ്റെ പുത്രിയെ ഒരു കുരങ്ങൻ്റെ കണ്ണുകളോടുകൂടിയ ഇവൻ വിവാഹം കഴിച്ചു. അപ്പോൾ തീർച്ചയായും ഞാൻ അവൻ്റെ ഭാര്യയുടെ അച്ഛനാണ്. അപ്പോൾ ഞാൻ കടന്നു വരുമ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ബഹുമാനപൂർവ്വം നമസ്കരിച്ച് എന്നെ ആദരവോടുകൂടി സ്വീകരിക്കേണ്ടതാണ്. അതവൻ ചെയ്തില്ല. ഇനി അത് പോട്ടെ, ഒരു ഉചിതമായൊരു വാക്കുപോലും അവൻ പറഞ്ഞതുമില്ല. അപ്പം അത്രയ്ക്കും അഹങ്കാരിയാണ് മഹാദേവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ദക്ഷൻ സംസാരിക്കുന്നത്. ശ്ലോകം 13. ലുപ്തക്രിയായ അശുചയെ മാനിനെ ഭിന്നസേതവേ അനിച്ചൻ അഭി അതാം ബാലാം ശൂദ്രയാ ഇവ ഉഷതീം ഗിരീം. ലുപ്തക്രിയായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോലെയുള്ള കാര്യങ്ങളെയൊക്കെ ലംഘിച്ച് നടക്കുന്ന അശുചയെ ശുചിയില്ലാത്തത്, അതായത് വൃത്തിയില്ലാത്തതെന്നോ എന്ന് വെച്ചാൽ ഈ ശ്മശാനത്തിലൊക്കെ വസിക്കുക, ഭസ്മം പൂശി നടക്കുക, ജട പിടിച്ച മുടി, പിന്നെ തലയോടുകളുടെയൊക്കെ മാല കഴുത്തിലണിഞ്ഞ് അങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത് പരമശിവനെ. അപ്പം ശുദ്ധിയില്ലാതെ മാനിനെന്ന് വെച്ചാൽ അഹങ്കാരത്തോടു കൂടി ഭിന്നസേതവേ എന്ന് വെച്ചാൽ സേതവേ എന്ന് വെച്ചാൽ സാമൂഹികമായ മര്യാദകൾ, അതായത് മുതിർന്നവരെ ബഹുമാനിക്കുക, അങ്ങനെയുള്ള ചില ആചാരങ്ങളും മര്യാദാ രീതികളൊക്കെ ഉണ്ടല്ലോ. ഇതിനെയൊക്കെ എന്ന് വെച്ചാൽ ലംഘിച്ച് നടക്കുന്ന, അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ ലംഘിച്ച് സാമൂഹ്യ മര്യാദകളെയൊക്കെ ലംഘിച്ച് ഒരു ശുദ്ധിയും വൃത്തിയും ഇല്ലാതെ അഹങ്കരിച്ച് നടക്കുന്ന ഇവനെ അനിച്ചൻ അഭി ഇഷ്ടമില്ലെങ്കിൽ പോലും ബാലാം അതാം എൻ്റെ ഇളയ പുത്രിയെ അതാം ഞാൻ വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ് ആ കർമ്മത്തിന്. ശൂദ്രായ ഇവ ഉഷതീം ഗിരി
വിശദി എന്നാൽ വേദം. വേദത്തിലെ മന്ത്രങ്ങളെ ഗിരിയും പറഞ്ഞു കൊടുക്കുക, ശൂദ്രന് പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ് അത് എന്നാണ്. അതായത് ഒരു ഗുണവുമില്ലാന്ന്. ഇവിടെ ശൂദ്രൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും ജാതിയെ കാണരുത്. ഭഗവാൻ ഒരിക്കലും ഇത് ജാതിയായിട്ടല്ല പറയുന്നത്. നമ്മൾ ഭഗവത്ഗീതയിൽ തന്നെ കേട്ടിട്ടുണ്ട്, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ 4 വിഭാഗം. ചെയ്യാൻ കഴിവുള്ള, കർമ്മം ചെയ്യാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ മനുഷ്യനെ 4 വിഭാഗമായി തിരിച്ചതാണ്. അതല്ലാതെ അതൊരു ജാതിയോ മതമോ അല്ല. അതിൽ മനുഷ്യരെല്ലാവരിലും സത്വരജ തമോ ഗുണങ്ങളുണ്ടല്ലോ. ഇതിൽ തമോ ഗുണം കൂടി നിൽക്കുന്നവരാണ് ശൂദ്രന്മാർ. അപ്പോൾ അതുകൊണ്ട് തമോ വാസന കൂടി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു ഈശ്വരീയമായ ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, എങ്ങനെയാണ് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത്, ഇതൊന്നും അവരുടെ മനസ്സിൽ തോന്നില്ല. അവരിൽ സത്വഗുണവും രജോ ഗുണവും അല്ല, തമോ വാസനയാണ്. മടി, അലസത, എല്ലാത്തിൽ നിന്നൊരു വിമുഖത, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം, അല്ലെങ്കിൽ അക്രമ സ്വഭാവം. മറ്റുള്ളവരെ വകവരുത്തിയിട്ടാണെങ്കിലും സ്വയം അധ്വാനിച്ച് ഒന്നും നേടാൻ പറ്റില്ല. മറ്റുള്ളവരെ വകവരുത്തിയിട്ടൊക്കെ ഓരോന്ന് നേടിയെടുക്കാൻ നോക്കാം, അവരെ അപമാനിക്കുക. അങ്ങനെ മോശപ്പെട്ട രീതിയിലും ഒന്നും ചെയ്യാൻ ഇങ്ങനെ മടിയും അലസതയും ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ, അതാണ് തമോ ഗുണത്തിൻ്റെതായ സ്വഭാവ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തമോ ഗുണത്തോടു കൂടിയ ആളുകൾ, അവരെയാണ് ഇവിടെ ശൂദ്രന്മാരെന്ന് പറയുന്നത്. അവർക്ക് വേദമന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? വേദമന്ത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വേദത്തിൽ പറയുന്ന മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ ഒരു 101 തവണ ഒരു നാമം ജപിച്ചത് കൊണ്ട് ഫലം കിട്ടണമെന്നില്ല. നമ്മളത് ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിൻ്റെ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ആ സങ്കല്പം വെച്ചുകൊണ്ട് അത് ജപിക്കുമ്പോഴാണ് ആ മന്ത്രത്തിൻ്റെ ഗുണം, ഫലം നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അപ്പോൾ ആ സങ്കല്പത്തിൽ മനസ്സ് വയ്ക്കാൻ കഴിയണമെങ്കിൽ മനസ്സിൽ ഇങ്ങനെയുള്ള അലസതയും മടിയും ഈ ഒരു ഇങ്ങനെയുള്ള തമോ വാസനയും ഉണ്ടാകുമ്പോൾ ഈ സങ്കല്പം വരില്ല. അപ്പോൾ ഈ സങ്കല്പം ഇല്ലെങ്കിൽ വേദമന്ത്രം ഉരുവിട്ടിട്ടൊരു കാര്യമുണ്ടോ? ഇല്ല. ആ സങ്കല്പം കൂടി വരുമ്പോഴാണ് മന്ത്രോച്ചാരണത്തിന് ശക്തി വരിക. മനസ്സിൽ ആ സങ്കല്പം വരണമെങ്കിൽ സത്വഗുണമോ രജോ ഗുണമോ ഉണ്ടാവണം. അതില്ലല്ലോ, തമോ ഗുണമല്ലേ. അപ്പോൾ ഒരു ശൂദ്രന്മാരുടെ ഉള്ളിൽ തമോ വാസന കൂടി നിൽക്കുന്നവരായതുകൊണ്ട് അവർക്ക് വേദമന്ത്രങ്ങളെ ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ ഒരു കാര്യമില്ലാത്തതുപോലെ ആയി. ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ മകളെ, എൻ്റെ ഇളയ പുത്രിയെ ഞാൻ ആ ഒരു ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ലംഘിച്ച് ഒരു സാമൂഹ്യ മര്യാദയില്ലാതെ ഒരു ശുദ്ധവും വൃത്തിയില്ലാതെ അഹങ്കരിച്ച് നടക്കുന്ന ഈ പരമശിവനെ ഞാൻ വിവാഹം ചെയ്തു കൊടുത്തു. എനിക്കിഷ്ടമില്ലെങ്കിൽ പോലും അതൊരു ശൂദ്രന് വേദം ഉപദേശിച്ചു കൊടുക്കുന്നതിന് തുല്യമായ ഒരു കാര്യമായിപ്പോയി. ഒരു ഗുണം ഉണ്ടായില്ല അതുകൊണ്ട് എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 14ഉം 15ഉം ഭഗവാന്റെ കുറ്റങ്ങൾ പറയാൻ കേട്ടോ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്ന രീതിയിലാണ്. ഇത് ദക്ഷൻ വിളിച്ചു പറയുന്ന ഒരു പൊതു സദസ്സിൽ വെച്ചിട്ടാണ്. ദേവന്മാരുടെയും ദേവന്മാരാണ് മഹാദേവൻ. എന്നിട്ട് മറ്റ് ദേവന്മാരുടെയും മഹർഷിമാരുടെയും ഒക്കെ മുന്നിൽ വെച്ചൊരു പൊതു സദസ്സിൽ വെച്ചാണ് ഭഗവാനെ ഇങ്ങനെ അപമാനിക്കുന്നത്. അതും താൻ കടന്നു വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്ന പേരും പറഞ്ഞ്. അതായത് നമുക്ക് അതിനു മുൻപേ കാരണമുണ്ട്. കാരണം ഒരിക്കലും മഹാദേവനെ സതിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ദക്ഷണ ആഗ്രഹിച്ചിട്ടില്ല. ദക്ഷന് ഇഷ്ടമേ അല്ല. ദക്ഷ പ്രജാപതിക്ക് ഇഷ്ടമല്ല മഹാദേവനെ. പിന്നെ മകളുടെ ആഗ്രഹവും പിതാവ് ബ്രഹ്മാവിൻ്റെ പ്രേരണയും കൂടി വന്നപ്പോൾ ഇഷ്ടമില്ലാതെ അങ്ങ് കൊടുത്തതാണ്. ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല ഈ വിവാഹം നടത്തിയത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾ ചെയ്യുന്ന ഒരു ചെറിയ കുറ്റം പോലും നമ്മൾ വലിയ കാര്യങ്ങളായിട്ട് കണ്ട് അത് നമ്മൾ വലിയ തെറ്റുകളായി കാണും. അതേസമയം നമുക്ക് ഇഷ്ടമുള്ള ആൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റിനെ നമ്മൾ ക്ഷമിക്കുകയും ചെയ്യും. ഇവിടെ ചെയ്ത പ്രവൃത്തിയുടെ കാഠിന്യമല്ല, നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയോടുള്ള സ്നേഹമില്ലായ്മയും അതാണ് അവർ ചെയ്ത പ്രവൃത്തിയുടെ കാഠിന്യത്തെ നിർണയിച്ചത്. ഒരേ പ്രവൃത്തി ഇഷ്ടമുള്ള ആൾ ചെയ്യുമ്പോൾ നമ്മളത് പോട്ടെ എന്ന് വിചാരിക്കും. ഇഷ്ടമില്ലാത്തവൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഏറ്റവും വലിയ തലത്തിലേക്ക് മഹാപരാധം എന്നുള്ള രീതിയിൽ അതിനെ നോക്കിക്കാണുകയും ചെയ്യും. സംഭവത്തിൽ പ്രവൃത്തി ഒന്നാണെങ്കിലും എടുത്തത് നമ്മുടെ മനസ്സ് 2 വിധത്തിലാണ്. കാരണം അത് നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളാണ്. അപ്പം നമ്മുടെ മനസ്സാണ് അതിനെ അവിടെ അങ്ങനെ ആക്കിയത് എന്നാണ്. അപ്പോൾ പരമശിവനെ ഇഷ്ടമല്ല ദക്ഷ പ്രജാപതിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ആ എഴുന്നേറ്റ് നിന്ന് ആദരവ് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു പൊതു സദസ്സിൽ അദ്ദേഹത്തെ എന്ത് മോശമായ രീതിയിലാണെന്നറിയോ അപമാനിച്ചത്. ഇപ്പോൾ കുരങ്ങൻ്റെ കണ്ണുകളുള്ളവൻ, ലജ്ജയില്ലാത്തവൻ എന്തൊക്കെ പറഞ്ഞു. ഇനിയും ദേ പറയാൻ പോകുന്നു 14ഉം 15ഉം. പ്രേത ആവാസേഷു ഘോരേഷു പ്രേതൈഃ ഭൂതഗണൈഃ വൃതൈഃ അടതി ഉന്മത്തവത് നഗ്നഃ വ്യുപ്തകേശഃ ഹസൻ രുദൻ ചിതാഭസ്മകൃതസ്നാനഃ പ്രേതശൃംഗ്
നൃ അസ്ഥിഭൂഷണ നൃസ്തി നൃ അസ്ഥിഭൂഷണ ശിവ അപദേശ ഹി അശിവ മത്തഃ മത്തജനപ്രിയ പതിഃ പ്രമഥഭൂതാനാം തമമാത്ര ആത്മക ആത്മാനാം. പ്രേത അവശേഷു ഘോരേഷു ഭയാനകമായ ഭീകരമായ പ്രേത അവശേഷു എന്ന് വെച്ചാൽ ശ്മശാനങ്ങളിൽ താമസിക്കുന്നത്. മഹാദേവൻ താമസിക്കുന്നത് പേടിപ്പെടുത്തുന്ന ശ്മശാനങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ സ്ഥലത്ത് താമസിക്കുന്ന പ്രേതേ ഭൂതഗണേ വൃത പ്രേതങ്ങളാലും ഭൂതഗണങ്ങളാലും ചുറ്റപ്പെട്ടിട്ട്, മഹാദേവൻ്റെ ചുറ്റും നിൽക്കുന്നത് പ്രേതങ്ങളും ഭൂതഗണങ്ങളുമാണ്. ഇനി നഗ്ന ഉന്മത്തവത്ത് അടതി, ഒരു നഗ്നനായിട്ട് ഉന്മത്തവത്ത്, അതായത് ഒരു ഉന്മത്ത് പിടിച്ച ഭ്രാന്തനെ പോലെ അടതി, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനുമാണ് ഇവൻ. വ്യുപ്തകേശ, മുടിയൊക്കെ അഴിച്ചിട്ട് ജട പിടിച്ച്, ഹസൻ രുദൻ, ഉറക്കെ ചിരിച്ചും ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് ഇവൻ നടക്കുക. അപ്പോൾ ഭയാനകമായ ഈ ശ്മശാനങ്ങളിൽ താമസിക്കുന്നു. പ്രേതങ്ങളാലും ഭൂതഗണങ്ങളാലും ചുറ്റപ്പെട്ട് നഗ്നനായി ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചും കരഞ്ഞും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. കഴിഞ്ഞിട്ടില്ല, ഇനിയും പറയാം. ചിതാഭസ്മ കൃതസ്നാന, ചിതാഭസ്മം ശരീരം ദഹിപ്പിച്ച ആ ചിതാഭസ്മത്തിൽ സ്നാനം ചെയ്തവൻ, അത് മേലാകെ പൂശിയിട്ട്, പ്രേത ശൃംഗ്, അതായത് മൃതദേഹത്തിൻ്റെ തലയോട്ടി കൊണ്ട് ശൃംഗ് എന്ന് വെച്ചാൽ മാലയണിഞ്ഞ്, നൃ അസ്ഥിഭൂഷണ, അതായത് മൃതദേഹത്തിലെ ശവശരീരം കത്തിച്ച അസ്ഥികൾ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി, ഭൂഷണം എന്ന് വെച്ചാൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട്, ശിവ അപദേശ, ശിവൻ എന്ന നാമം പേരിൽ മാത്രമായി, ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം. അപ്പം മംഗളകരമായത് ശിവം എന്ന നാമം അത് പേരിൽ മാത്രമേ ഉള്ളൂ അവൻ്റെ. ഹി അശിവഹ, യഥാർത്ഥത്തിൽ അവൻ അശിവമാണ് എന്ന് വെച്ചാൽ അമംഗളകാരി, അശുഭകാരിയുമാണ്. മത്തഹ, മത്ത് പിടിച്ച ഭ്രാന്ത് പിടിച്ചവനാണ്. മത്തജനപ്രിയ, ഇങ്ങനെ ഉന്മത്തന്മാർക്ക് പ്രിയപ്പെട്ടവൻ, ഭ്രാന്തന്മാർക്ക് പ്രിയപ്പെട്ടവനും. ഒപ്പം തമോ മാത്ര ആത്മക ആത്മാനം, തമോ മാത്ര ആത്മക ആത്മാനം, തമോ ഗുണം കൂടി നിൽക്കുന്ന, വർദ്ധിച്ചു നിൽക്കുന്ന പ്രമദഭൂതാനാം, ഭൂതഗണങ്ങളുടെ പതിയുമാണ് ഈ ശിവൻ. എന്തൊക്കെയാ കുറ്റങ്ങൾ പറഞ്ഞ്? ഘോരമായ ശ്മശാനത്തിൽ വസിക്കുന്നു, പ്രേതങ്ങളാലും ഭൂതഗണങ്ങളാലും ചുറ്റപ്പെട്ടു നിൽക്കുന്നു, നഗ്നനായി ഉറക്കെ കരഞ്ഞും ചിരിച്ചും ഒരു ഭ്രാന്തനെ പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു, ചിതാഭസ്മം മേലാകെ പൂശിയിരിക്കുന്നു, അതുപോലെ മൃതദേഹത്തിൻ്റെ തലയോട്ടി കൊണ്ട് മാലയിട്ടും അസ്ഥികൾ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ശിവൻ എന്നുള്ളത് ആ മംഗളകാരി എന്ന നാമം വെറും പേരിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇവൻ അശിവമാണ്, അമംഗളകാരിയാണ്. എന്നിട്ട് ഉന്മത്തനായിട്ട് നടക്കുക, ഒരു ഭ്രാന്തനെ പോലെ. ഇതുപോലെയുള്ള ഭ്രാന്തന്മാർക്ക്, മത്തുപിടിച്ചവർക്ക് പ്രിയപ്പെട്ടവനാണ് ഇവൻ. അതേപോലെ തമോ ഗുണം കൂടി നടന്ന ഭൂതഗണങ്ങളുടെയും പതിയായിട്ടുള്ളവനുമാണ് ഈ ശിവൻ എന്ന് എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവന്മാർക്കും മഹർഷിമാർക്കും ഉള്ളിൽ തോന്നും, ഒരു പക്ഷേ ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് എന്ന് തോന്നില്ലേ? അപ്പോൾ അതും എൻ്റെ കുറ്റം കൊണ്ടല്ല എന്നുള്ള അർത്ഥത്തിൽ അത് അവരെ ബോധ്യപ്പെടുത്താൻ ദക്ഷൻ പറയുകയാണ് കേട്ടോ. ശ്ലോകം 16 തസ്മാ ഉന്മാദനാഥായ നഷ്ടശൗചായ ദുർഹൃദേ ദത്താ ബദാ മയാ സാധ്വി ചോദിതേ പരമേഷ്ടിന. അതായത് തസ്മ, അങ്ങനെയുള്ള ഇവന് വേണ്ടി, ശിവന് വേണ്ടി, ഉന്മാദനാഥായ, ഉന്മത്തന്മാരുടെ നാഥൻ, ഭ്രാന്തന്മാരുടെ ഭൂതഗണങ്ങളുടെ നാഥനായിട്ടുള്ള, നഷ്ടശൗചായ, ശുചിയും വൃത്തിയും ശുദ്ധിയും വൃത്തിയും ഒന്നുമില്ലാത്ത, ദുഷ്ഹൃദയ, ദുഷ്ടഹൃദയത്തോടു കൂടിയ ഇവന് ദത്താബദ, അവസാനം ഞാൻ നൽകി, മയ എന്ന് വെച്ചാൽ എന്നാൽ നൽകപ്പെട്ടു, ഞാൻ നൽകി, സാധ്വി എൻ്റെ മകളെ സതിയെ, ചോദിതേ പ്രേരിപ്പിക്കപ്പെട്ടിട്ട്, പരമേഷ്ടിന എൻ്റെ പിതാവായ ബ്രഹ്മാവ് പ്രേരിപ്പിച്ചിട്ട്, ബ്രഹ്മദേവൻ പ്രേരിപ്പിച്ച്, ബ്രഹ്മദേവനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട്, ഇങ്ങനെ ഹൃദയശുദ്ധിയില്ലാത്ത, വൃത്തിയും ശുദ്ധിയുമില്ലാത്ത ഭൂതഗണങ്ങളുടെ നാഥനായ ഈ മഹാദേവനെ, പരമശിവനെ ഞാൻ എൻ്റെ പാവം മകളെ വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയണം. അപ്പോൾ അതും എൻ്റെ കുഴപ്പം കൊണ്ടല്ല, എനിക്കറിയായിരുന്നു, പക്ഷെ എൻ്റെ പിതാവ് നിർബന്ധിച്ചപ്പോൾ ഞാൻ അതങ്ങ് ചെയ്തു പോയി എന്ന് എല്ലാവരും കേൾക്കെ ഒരു പൊതു സദസ്സിൽ വെച്ചാണ് ദക്ഷ പ്രജാപതി വിളിച്ചു പറയുന്നത് എന്ന്. ഇതൊക്കെ കേട്ട്, അടുത്തത് ശ്ലോകം 17 കേട്ടോ. ഇതൊക്കെ കേട്ടിട്ടും മൈത്രേയ മഹർഷി പറയാണ്, ഇതൊക്കെ കേട്ടിട്ടും ഒരു വ്യത്യാസവും ഇല്ലാതെ ഇരുന്നിടത്ത് തന്നെ പ്രസന്നമായ മുഖത്തോടും ചിത്തത്തോടും മനസ്സോടും കൂടി മഹാദേവൻ ഇരിക്കുന്നു എന്ന്. അദ്ദേഹത്തിന് അത് ബാധിക്കുന്നു പോലുമില്ല.
അതാണ് 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മൈത്രേയ ഉവാച വിനിന്ദ്യ ഏവം സഹ ഗിരിശം അപ്രദീപം അവസ്ഥിതം ദക്ഷഃ അദ അപഹ ഉപസ്പൃശ്യ ക്രുദ്ധഃ ശപ്തും പ്രചക്രമേ. അതായത് ഏവം വിനിന്ദ്യ, ഇപ്രകാരം ദക്ഷപ്രജാപതി നിന്ദിച്ചിട്ടും അപമാനിച്ചിട്ടും സഹഗിരീശം, ആ പരമേശ്വരൻ, അപ്രദീപം, ഒരു ദേഷ്യവും വരാതെ അവസ്ഥിതം, ഇരിക്കുന്നിടത്ത് തന്നെ പ്രസന്നമായ മുഖത്തോടുകൂടി അവിടെ തന്നെ ഇരുന്നു എന്ന്. അദ്ദേഹത്തിന് ദക്ഷപ്രജാപതിയോട് ഒരു ദേഷ്യവും വന്നില്ല. പക്ഷെ അത് കണ്ടപ്പോൾ ദക്ഷന് ഒന്നും കൂടി ദേഷ്യം വന്നു. അത് കണ്ടപ്പോൾ ദക്ഷൻ അബഹ എന്ന് വെച്ചാൽ ജലം ഉപസ്പൃശ്യ, കയ്യിലെടുത്തിട്ട് ആ ജലം കൊണ്ട് കയ്യും കാലും കഴുകിയിട്ട് ആ ജലം കയ്യിലെടുത്തിട്ട് ക്രുദ്ധഃ, ദേഷ്യത്തോടുകൂടി ശപ്തും പ്രചക്രമേ, മഹാദേവനെ ഇപ്രകാരം ശപിച്ചു എന്ന്. അപ്പോൾ മൈത്രേയ മഹർഷി പറയാ വിതുരരോട്, ഇതൊക്കെ കേട്ട് ഇപ്രകാരം തന്നെ നിന്ദിക്കുന്നതൊക്കെ കേട്ടിട്ടും മഹാദേവന് അദ്ദേഹത്തോട് ഒരു ദേഷ്യവും വരാതെ അദ്ദേഹം പ്രസന്നമായ മുഖത്തോടു കൂടി അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ദക്ഷൻ ഒന്നും കൂടി ദേഷ്യം വന്നു. അപ്പോൾ ദക്ഷൻ കയ്യിൽ ജലമെടുത്ത് കൈകാലുകളൊക്കെ കഴുകി കയ്യിൽ ജലമെടുത്തിട്ട് മഹാദേവനെ ശപിച്ചു എന്നാണ് പറയുന്നത്. ആ ശാപവാക്ക് ഇതായിരുന്നു. ശ്ലോകം 18. അയം തു ദേവയജന ഇന്ദ്ര ഉപേന്ദ്ര ആദിഭി ഭവഃ സഹഭാഗം ന ലഭതാം ദേവൈഃ ദേവഗണ അധമഃ. അയം തു, ഇവൻ, ഈ പരമശിവൻ, ദേവഗണ അധമ, ദേവഗണങ്ങളിൽ ദേവന്മാരുടെ ഇടയിൽ അധമനാണ് ഇവൻ. അങ്ങനെയുള്ള ഇവന് ദേവയജനഃ, ദേവന്മാർക്കുള്ളതായിട്ട് നടത്തുന്ന യാഗയജ്ഞാദി കർമ്മങ്ങൾ, നമ്മൾ പൂജയും യാഗവും യജ്ഞമൊക്കെ ചെയ്യുമ്പോൾ അത് ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ. ആ ശരീരത്തിലിരിക്കുന്ന മായയിലോട് കലർന്ന് ശരീരത്തെ സ്വീകരിച്ച ദേവന്മാരെ സംതൃപ്തരാക്കാൻ, അല്ലെങ്കിൽ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അവരോടുള്ള കൃതജ്ഞത കാണിക്കാൻ വേണ്ടിയാണ് യാഗം, യജ്ഞം എന്നിങ്ങനെയുള്ള പൂജ വക കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദേവയജന, ദേവന്മാർക്ക് വേണ്ടി നടത്തുന്ന യാഗയജ്ഞാദി കർമ്മങ്ങളിൽ ഇന്ദ്ര ഉപേന്ദ്ര ആദിഭിഹി ഭവഃ, അതിനെ സ്വീകരിക്കുന്നത് ഇന്ദ്രൻ, ഉപേന്ദ്രൻ മുതലായ ദേവന്മാർ, ഒപ്പം ഭവ, മഹാദേവനും ഒക്കെയാണ് അത് സ്വീകരിക്കുന്നത്. ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനെ സ്വീകരിക്കുന്ന ഇന്ദ്രനുണ്ട്, മറ്റ് ദേവന്മാരുണ്ട്, മഹാദേവനുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ ഗണപതി ഹോമം ചെയ്യും, അതിനൊക്കെ ഒരുപാട് ഹോമങ്ങളും പൂജകളൊക്കെ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്നത് ദേവന്മാരാണ്. അങ്ങനെയുള്ള ദേവന്മാരിൽ സഹഭാഗം ദേവൈഹി, ദേവന്മാർക്കൊക്കെ അവരവരുടെ ഭാഗം ദേവന്മാരൊക്കെ സ്വീകരിക്കും. അതിൽ സഹഭാഗം ന ലഭത, മഹാദേവൻ്റെ, ശിവൻ്റെ ഭാഗം ഇനി ശിവന് ലഭിക്കില്ല. അതായിരുന്നു ശാപം. അപ്പോൾ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന യാഗയജ്ഞാദി കർമ്മങ്ങളിൽ ആ ഹോമകുണ്ടത്തിൽ നിന്നും വരുന്ന ഹവിസ്, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ചെയ്യുന്ന ആള് ആ ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്ന ദ്രവ്യങ്ങളെ സ്വീകരിക്കുന്ന സ്വീകർത്താവ്, അതിനെ ഭുജിക്കുന്നത് ദേവന്മാരാണ്. പക്ഷേ ഇനി മുതൽ ഇതിനെ സ്വീകരിക്കുന്ന ദേവന്മാർക്ക് മറ്റെല്ലാവർക്കും അവരുടെ ഭാഗം സ്വീകരിക്കാം. പക്ഷേ മഹാദേവൻ്റെ ഓഹരി, മഹാദേവന് കിട്ടേണ്ട ഓഹരി ഇനി ലഭിക്കില്ല. ഇതായിരുന്നു കാരണം. ഇവൻ ദേവന്മാരുടെ ഇടയിൽ അധമനാണ് എന്ന് പറഞ്ഞ് ദക്ഷപ്രജാപതി ഭഗവാനെ ശപിക്കുന്നതാണ് നമ്മൾ ആ കാണുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, താൻ കടന്നു വന്നപ്പോൾ എഴുന്നേറ്റില്ല എന്നുള്ള ഒരൊറ്റ യഥാർത്ഥത്തിൽ ഇവിടെ ദക്ഷനായിരുന്നു ആ ഈഗോ, അഹങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാനൊക്കെ ഈ കർമ്മം ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ദക്ഷൻ ഒരു പ്രജാപതി, ഒരു ഭഗവാൻ ദക്ഷൻ എന്നൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ദക്ഷൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്തോ ഒരു വലിയ ഒരാളാണ് എന്നുള്ള ആ ഒരു അഹങ്കാരം ഉള്ളതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി നടന്ന ഭഗവാന്റെ തന്നെ ഒരു നാടകമാണിത്. ദക്ഷൻ അറിയുന്നില്ല ദക്ഷൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അഹങ്കാരത്തെ. അപ്പോൾ അതിന് പുറത്തേക്ക് വരാൻ ഒരു കാരണം ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഭഗവാൻ തന്നെ അഭിനയിച്ച് ഒരു എഴുന്നേറ്റ് നിൽക്കാതെ അവിടെ അങ്ങനെ ഇരുന്ന്, അപ്പോൾ ദക്ഷൻ അതിൽ അസ്വസ്ഥത വരുന്നു. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ സ്വയം അപമാനിക്കപ്പെട്ടവനെ പോലെയൊക്കെ ചിന്തിച്ച് ദക്ഷൻ്റെ ഉള്ളിൽ ആ വെറുപ്പ് പുറത്തേക്ക് വന്നത് കണ്ടോ. ഇതിൽ നിന്നൊക്കെ ദക്ഷൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ പുറത്തേക്കാണ് കാണിച്ചു തരുന്നത്. യഥാർത്ഥത്തിൽ അഹങ്കാരം ദക്ഷനാണ്, പക്ഷെ ദക്ഷൻ അതറിയാതെ മഹാദേവനാണ് അഹങ്കാരം തന്നെ അപമാനിച്ചു എന്ന്
കുറ്റപ്പെടുത്തിയാണ് പറയുന്നത്. ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീല തന്നെയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി ദക്ഷനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച് ദക്ഷൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ കെടുത്തിക്കളയാൻ വേണ്ടി ഭഗവാൻ തന്നെ നടത്തുന്ന ഒരു നാടകം തന്നെയായിരുന്നു ഇത്. അതാണ് എല്ലാം അറിയുന്നവനായ സമ്പൂർണ്ണ വിരക്തനായിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെയൊക്കെ അപമാനിക്കുന്നത് കേട്ടിട്ടും തിരിച്ചൊന്നും പറയാതെ ഒരു ദേഷ്യവും വരാതെ പ്രസന്നചിത്തനായ അവിടെ തന്നെ ഇരുന്നത്. അങ്ങനെ ദക്ഷൻ്റെ ശാപവും കിട്ടി ഭഗവാന്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ഭാഗമാണ്, ബാക്കി നാളെ. നമസ്തേ.